ഞാൻ റാന്നി, പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ ക്രിസ്തുരാജ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2024 ജൂലൈ 7-നാണ്. ഞാൻ അതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഇവിടെ 2023 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുത്തു. അപ്പോൾ +2 കഴിഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ, ഞാൻ പോയ വീടല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സന്ധ്യാപ്രാർത്ഥനയുണ്ട്, കുർബാന മുടക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല, എല്ലാം മൊത്തത്തിൽ മാറി വീട്. അപ്പം എനിക്ക് മാതാവിൻ്റെ അടുത്ത് കുറച്ചുകൂടെ ഇഷ്ടം കൂടി. എനിക്ക് ആദ്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് അത്ര വലിയ കമ്പനിയില്ല, ഞാൻ ഈശോയുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്മ ഈ +2 കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മാതാവിൻ്റെ കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ജർമ്മൻ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ എക്സാമിന് പോയി. നല്ലപോലെ പഠിച്ചേ, +2-നേക്കാളും നല്ലപോലെ ജർമ്മൻ പഠിച്ചു. 4 മൊഡ്യൂളും നല്ല രീതിയിൽ പഠിച്ചു. ഫസ്റ്റ് എക്സാം അറ്റംപ്റ്റിന് പോയി. 4 മൊഡ്യൂളും ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് ഈശോ ഒന്നേ തന്നുള്ളൂ, തകർന്നു പോയി. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പിന്നെ അറ്റംപ്റ്റ് ചെയ്തു, അതും കിട്ടി. പിന്നെ അങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. ഞാൻ നല്ലപോലെ സ്പീക്കിങ് ചെയ്യുന്നായിരുന്നു, പക്ഷേ എനിക്ക് മൊഡ്യൂൾ മാത്രം ഒട്ടും കിട്ടുന്നില്ല. എനിക്കത് മാത്രമേ വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാ മാസവും ഇവിടെ കൃപാസനത്തിൽ വരുന്ന. അപ്പോൾ ഒരു മാസം വരാറായപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അത് നീ നാളെ പോകുമ്പോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ആലപ്പുഴ വരെ വന്ന് പണി മേടിക്കണോ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം അതാ ഓർമ്മ വന്നേ, കാരണം ഞാനത് എന്തെങ്കിലും തെറ്റിച്ച് കളഞ്ഞാൽ പിന്നെ വിഷയമായല്ലോ. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ നാളെ വരുവാ, പക്ഷെ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ കൊണ്ട് എടുപ്പിച്ചാൽ മതി. ഞാനിവിടെ വന്നു, എന്നാൽ നേരെ ഉടമ്പടി എടുക്കാനാണ് പോയേ. ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ എനിക്കിതുപോലെ കുറേ ആൾക്കാരുള്ളതെന്ന് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാനിത് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ നോക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ കയറിയത്. പക്ഷെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചും പിന്നെ കുറച്ച് പേരും മാത്രം. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് ചെറിയ ആളൊന്നുമല്ല. അത് കഴിഞ്ഞ് പിന്നെ എക്സാം എഴുതി, പക്ഷെ കിട്ടിയില്ല. പിന്നെ എനിക്ക് കിട്ടാതിരുന്നപ്പോൾ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല, കാരണം ഞാൻ എന്തോരം പ്രാവശ്യം തോക്കുന്നോ അത്രയും ഞാൻ മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും എനിക്കുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി വരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എക്സാംസിൻ്റെ പേടിയും എക്സാം തോക്കുന്നതിൻ്റെ ഒന്നും ഉണ്ടായില്ല. എനിക്കത് പേടിയൊന്നും ഉണ്ടായില്ല, എനിക്ക് ഇവരോടുള്ള സ്നേഹം കൂടി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ തായ്ലൻഡിലോട്ടൊരു എക്സാമിന് പോകാൻ പറ്റി. തായ്ലൻഡിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഫ്ലൈറ്റിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഈശോ ഞാൻ നല്ലപോലെ സ്പീക്കിങ് ചെയ്യുന്നതാണ്, എൻ്റെ അക്കാഡമിയിലും നല്ലപോലെ മിസ്സുമാരൊക്കെ പറയുന്നത് നല്ലപോലെ ചെയ്യുന്നതാണ്, പിന്നെന്താ എനിക്ക് കിട്ടാത്തത്? അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോയപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ ഞങ്ങളെ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി, കുറച്ച് വിഷയമൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സാമിന് പോയപ്പം അവൾക്ക് കിട്ടിയത് ഞങ്ങളുടെ അക്കാഡമിയിൽ തന്നെ പഠിക്കുന്ന ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ചിനെയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഗ്യാങ്ങിലിരുന്ന് പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും സ്പീക്കിംഗ് കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് പേടിക്കണ്ട, അവളുടെ അഹങ്കാരമൊക്കെ അങ്ങ് കഴിഞ്ഞോളൂ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ സംസാരിച്ചു അങ്ങനെ. അപ്പം ഞാൻ ആ ഫ്ലൈറ്റിലിരുന്നപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈശോ എനിക്ക് സ്പീക്കിംഗ് തരാത്തെങ്കിൽ ഞാൻ ശരിക്കും മനസ്സൊന്ന് ഞാൻ സോറി പറഞ്ഞു. ഞാൻ ഈ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ കുമ്പസാരിച്ചോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എക്സാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എക്സാമിന് കയറി എല്ലാവരും ഒന്ന് പഠിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് മാത്രം ഒന്നും പഠിക്കാനില്ല. ഞാൻ ബൈബിളും വായിച്ച് ഇവിടുത്തെ സാക്ഷ്യവും കേട്ട് ഇങ്ങനെ ഇരിക്കുക, എക്സാമിനൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട്, നിനക്കൊന്നും പഠിക്കാനില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നാളും പഠിച്ചല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സാമിന് കയറിയപ്പം ഞങ്ങൾക്ക് ശരിക്കും 15 മിനിറ്റാണ് പ്രിപ്പറേഷൻ ടൈം കിട്ടുന്നത്. എന്നെക്കാളും മുന്നേ വിളിച്ചവർ അപ്പോഴും അവിടെ ഇരിക്കുകയായിരുന്നു, പക്ഷേ എനിക്ക് 10 മിനിറ്റ് പോലും ആയില്ല എന്നെ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, മാതാവ് എല്ലാവർക്കും ഓരോ അടയാളം വെച്ച് കൊടുക്കുന്നതല്ലേ, എനിക്കെന്താ ഒന്നും അടയാളം ഇല്ലാത്തത്? അപ്പം എൻ്റെ കയ്യിൽ ഈ കൊന്ത എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എനിക്കൊരു കാശ് രൂപ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതേ നോക്കുമ്പോൾ അതിനകത്ത് മഴവില്ല് ഇപ്പോഴും ഉണ്ട്, ആ മഴവില്ല് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും മാതാവ് ഇടയ്ക്കിടയ്ക്ക് അടയാളം കൊടുക്കാറ്, എൻ്റെ കൂടെ മാതാവ് എപ്പോഴും ഉണ്ട്, അതിപ്പോഴും ഉണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞ് അത് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എനിക്ക് എക്സാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എക്സാമിനേക്കാളും വലിയൊരാളെ കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. റിസൾട്ട് നോക്കാൻ നേരം എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു, ജയിക്കുമോ, കാരണം ഇത്രയും നാളും എഴുതിയതൊക്കെ തോക്കുമല്ലേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും എനിക്കൊരു പദ്ധതി ഉണ്ടല്ലോ, അത് ഈശോ എന്തായാലും നടപ്പിലാക്കും, ഇത് കിട്ടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടും. പക്ഷെ ഞാൻ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും നാളും കിട്ടിയതിനേക്കാളും ഏറ്റവും കൂടുതൽ മാർക്കാണ്, എനിക്ക് 81 മാർക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് തന്നെയാണ് അപ്പോൾ എനിക്കുള്ളത്. അപ്പം 3 മൊഡ്യൂൾ കിട്ടി. പിന്നെ ഓർത്തു ഇൻ്റർവ്യൂ ഇനി എന്തായാലും ഏജൻസിക്ക് കൊടുക്കാം, 3 മൊഡ്യൂൾ വെച്ച് കയറിപ്പോവാം, സമയം കളയണ്ടല്ലോ എന്ന്. അപ്പോൾ ആദ്യം ഒരു ഏജൻസിക്ക് കൊടുത്തു. അവിടുത്തെ ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി. പക്ഷെ 1 ഇയറിലോട്ടായിരുന്നു കിട്ടിയേ. പക്ഷേ എൻ്റെ വീട്ടിൽ പറഞ്ഞു 1 ഇയർ വേണ്ടാന്ന് പറഞ്ഞു, അത് കളഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു, കാരണം ഇത്ര എത്തിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് വീട്ടുകാർ കാരണം ഇത് പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറേ നാളിങ്ങനെ വിഷമിച്ച് കിടന്നു. പപ്പ പറഞ്ഞു 4 മൊഡ്യൂൾ കിട്ടിയിട്ട് പോയാൽ മതി, 3 മൊഡ്യൂളും കൊണ്ട് പോകണ്ട, അവിടെ ചെന്ന വിഷയമായല്ലോ എന്നൊക്കെ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാണോ ഇങ്ങോട്ട് വന്നാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു ഏജൻസി മെസ്സേജ് അയച്ചു. അത് മരിയ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ഏജൻസി ആയിരുന്നു. ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് വെച്ചു, ഞാൻ ഒരു ഇൻ്റർവ്യൂ തരാം, ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ടൈം വേറെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൽ വെച്ച് ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ അമ്മ അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അമ്മ ചോദിച്ചു ഇത് ഏതാ ഭാഷയെന്ന്. അതുപോലെ പാടായിരുന്നു ആ ഇൻ്റർവ്യൂ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇൻ്റർവ്യൂ കിട്ടില്ല എന്ന്. അതപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കത് കിട്ടത്തില്ല. നേരത്തേക്കാളും വിഷമം ഡബിൾ ഇരട്ടി കൂടി. അത് കഴിഞ്ഞ് പപ്പ പിന്നെയും പറഞ്ഞു, എന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്യുന്നത്, 4 മൊഡ്യൂൾ കിട്ടിയിട്ട് ചെയ്താൽ പോരെ. പക്ഷേ ഇല്ല, ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത ഏജൻസിയിൽ തന്നെ പിന്നെയും ചോദിച്ചു, ചേട്ടാ ഒരു ചാൻസും കൂടെ തരുമോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നെ വിശ്വാസമില്ല, എനിക്ക് കിട്ടിയാലേ ഞാൻ മാറിപ്പോവും, അങ്ങനെ പറഞ്ഞു. അപ്പം പപ്പായ അമ്മയും കൊണ്ട് വിളിപ്പിച്ചു, ശരിയായി വന്നു. പക്ഷേ എനിക്ക് റിജക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഈ മരിയ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഏജൻസി ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഒരു ഇൻ്റർവ്യൂവും കൂടെ തരാം, ചെയ്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. ആ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിശ്വാസമില്ല, കിട്ടത്തില്ലായിരുന്നു, കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അതും കിട്ടത്തില്ല, കാരണം നല്ലപോലെ ചെയ്തില്ല, അവർ പറഞ്ഞൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, ആദ്യം ചെയ്തൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ അത് പിന്നെ റീഓപ്പൺ ആയിട്ടുണ്ട്, അത് ഒന്നുകൂടെ ഞങ്ങൾ പറഞ്ഞു നോക്കാം, വേണമെങ്കിൽ ചെയ്തു നോക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്തായാലും മൊത്തത്തിൽ തകർന്നിരിക്കുക, എനിക്ക് അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല, ഇത് ചെയ്തു നോക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂക്ക് കയറി. ആ ഇൻ്റർവ്യൂ എന്നെ ഫസ്റ്റ് ടൈം ആരാണോ ചെയ്തത് ആ ചേച്ചി തന്നെയായിരുന്നു ഈ പ്രാവശ്യം ഇൻ്റർവ്യൂക്ക് വന്നത്. അപ്പോൾ ആ പേര് കണ്ടപ്പോഴേ ഞാൻ ഓർത്തു കഴിഞ്ഞു, എല്ലാം ഓഫ് ചെയ്ത് പോവാം. പക്ഷെ ഇല്ല, അവരെൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിച്ചോ അതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. എന്നോട് അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞതിനും ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അവരുത്തരവും പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു, കാരണം ഇവർ ഹോപ്പ് തരും, പക്ഷേ ഇവർ പാസ്സാക്കത്തില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നാളെ തന്നെ റിസൾട്ട് വരും. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നത് ആദ്യം ചെയ്തതിൻ്റെ ആയിരുന്നു, അത് കിട്ടിയില്ല. അപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. അപ്പം ഞാൻ ആ ചേട്ടന് മെസ്സേജ് ചെയ്തു, ചേട്ടാ റിസൾട്ട് വല്ലതും വന്നോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ, പക്ഷെ മൃണാളിൻ്റെ മാത്രം ബ്ലോക്കായി കിടക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അത് റിജക്ഷൻ ആയിരിക്കും, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഞാനിങ്ങനെ എനിക്ക് എന്താ ചെയ്യേണ്ട അറിയത്തില്ല, കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ പോകാൻ തുടങ്ങി, ഞാൻ മാത്രം എന്താണ് എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം പോയി, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭയങ്കര വിഷമം വന്നു. ചിലവർ ഡ്രോപ്പ് ചെയ്തിട്ട് കോളേജിൽ പോയി. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് എന്ത് ചെയ്യേണ്ട അറിയത്തില്ല. ഞാൻ ഈശോയെ വിളിച്ച് കരയാ. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, അത് മൃണാള നീ പാസ്സായിട്ടുണ്ട്, ബാക്കി ഇനി എന്തായാലും ഒരു ഇൻ്റർവ്യൂവും കൂടെ കാണുമെന്ന് പറഞ്ഞു. അന്ന് എനിക്കുണ്ടായ സന്തോഷം എന്താണെന്ന് എനിക്കിവിടെ ആരെടുത്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അതുപോലെ എനിക്ക് അന്ന് മനസ്സിലായി ഈശോ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇൻ്റർവ്യൂ ചെയ്തു, അത് പാസ്സായി. തേർഡ് ഇൻ്റർവ്യൂ എത്തിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മൃണാളെ ഇത് ഇച്ചിരി പാടായിരിക്കും, കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ ഒരു ഗുണവും കാണില്ല, കാരണം 3ാമത്തെ ഇൻ്റർവ്യൂ എംപ്ലോയർ ആയിട്ടുള്ളതാണ്, ശരിക്കുള്ള ആളുടെ അടുത്തുള്ള. അപ്പം ബാക്കി 2 ആൾക്കാരുടെ അടുത്തുനിന്നും ആ ചേട്ടൻ എന്തൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത് ചോദിച്ച് എനിക്ക് കൊണ്ട് പറഞ്ഞു തന്നു.
അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, A to Z കാര്യങ്ങൾ ചോദിച്ചു. പേരെന്താ, എന്താ ഇപ്പം താങ്കൾ പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം ആര് നോക്കും, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാനതൊക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. അപ്പം മൂന്നാമത്തെ ഇൻ്റർവ്യൂവിൽ കയറി. എനിക്ക് മാത്രം വേറെ എംപ്ലോയർ ആയിരുന്നു. അപ്പോൾ ആ ആൾ വന്നു. ആ ആൾ എൻ്റെ അടുത്ത് പേര് ഒന്നും ചോദിച്ചില്ല. എൻ്റെ അടുത്ത് ആകെ ചോദിച്ചേ ജൂലൈയിൽ ഇൻടേക്ക് അല്ലേ, എന്തുവാ ഇവിടെ വന്നിട്ടുള്ള പ്ലാൻ എന്തുവാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് വേറൊരാൾ കയറി വന്നു. ഒരു ആൻറ്റി കയറി വന്നിട്ട് ഭയങ്കര സംസാരം. ഇവർ രണ്ട് സംസാരം, അരമണിക്കൂർ ഇവർ തമ്മിൽ സംസാരിക്കുക. ഞാൻ മാത്രം അവിടെ, ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ കൂടെ വന്ന വേറൊരാളായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ 2 ഇൻ്റർവ്യൂ നടക്കുമായിരിക്കും എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പോയി, അതും പോയി, മൂന്നാമത്തെ ഹോപ്പും പോയി. എന്നിട്ട് ഞാൻ വിട്ടു. അത് വിട്ടില്ല, നേരെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂർ ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ഏജൻസി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മൃണാളെ നിനക്ക് കിട്ടി, നീ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, എനിക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ആ ആൾ തന്നെ എനിക്ക് വന്ന് എൻ്റെ ഇൻ്റർവ്യൂക്ക് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. കാരണം ബാക്കി 2 പേരും അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്നെ റിക്രൂട്ട് ചെയ്ത ആൾ തന്നെ എനിക്ക് വേണ്ടി വന്ന് സംസാരിച്ചു. ഞാനും എംപ്ലോയറും തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഡബിൾ ഇരട്ടി വിശ്വാസമായി. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒന്നും സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. എല്ലാം മുന്നിൽ കൊണ്ട് തരുന്നതല്ലായിരുന്നു. അത് പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരുന്നു. പിന്നെ വിസയ്ക്ക് പോയി. പിന്നെ ഞാൻ ലേസൻ്റെ എക്സാം ലാസ്റ്റിലത്തെ 4ാമത്തെ മൊഡ്യൂൾ ഒരെണ്ണം കൂടെ കിട്ടാനുണ്ടായിരുന്നല്ലോ. അപ്പം അത് ഡൽഹിയിൽ സീറ്റ് എടുത്തു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ, അവൾ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ പ്രാർത്ഥിച്ച് ഇറങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി. എക്സാം ഹാളിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക, ഈശോ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ 4ാമത്തെ മൊഡ്യൂളും കൊണ്ടില്ലാതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ ഈ 4ാമത്തെ മൊഡ്യൂൾ എഴുതിയെടുക്കണമല്ലോ, അതിന് ഭയങ്കര പണിയാവും. ഞാൻ ലേസം മാത്രം 9 തവണ എഴുതി. പക്ഷേ എൻ്റെ വിശ്വാസം അപ്പോഴും കുറഞ്ഞിട്ടില്ല. ഞാൻ ഈ 9 തവണ തോക്കുമ്പോഴും എനിക്ക് അത്ര ഈശോയോടും മാതാവിൻ്റെ അടുത്തുള്ള വിശ്വാസം കൂടിയേ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ലേസൻ്റെ എക്സാം എഴുതാൻ പോയി. ഞങ്ങൾ എന്തുവാണോ അത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈശോയോട് ഇത്രേ പറയുള്ളൂ, ഈശോ ഞാൻ 9 തവണ എഴുതി, വീട്ടുകാരുടെ കുറേ പൈസ പോയി, കുറേ സമയം പോയി, എനിക്കിനി എഴുതണ്ട, അത്ര പറഞ്ഞുള്ളൂ. ഞാൻ ആ ക്ലാസ് റൂമിൻ്റെ ഭിത്തിയിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കണ്ടത് ഈശോയുടെ തിരുഹൃദയമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഓക്കെ ഈ എക്സാം കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ എന്താണ് അത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനൊന്നും എനിക്ക് ഇതുവരെ ഞാൻ കേട്ടില്ല. അത്രയും നാളെ ഞങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അപ്പോൾ എന്ത് കരയണമെന്നൊക്കെ തോന്നി. പക്ഷേ അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കുമെന്ന് അറിയാഞ്ഞിട്ട് കരയുന്നതായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ ആ എക്സാം എഴുതി കഴിഞ്ഞു. നേരെ ഞാൻ പത്രം കൊടുക്കാനാണ് പോയത്. പത്രം കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം ഡൽഹിയാണ്, എനിക്കറിയത്തില്ല. അവിടെ പോയി അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കരയും. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എന്നെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കരയാൻ തുടങ്ങും, മാതാവിന് നാണക്കേടായിരിക്കും അത്. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തവരെല്ലാം കൈ കൂപ്പിയായിരുന്നു അത് മേടിച്ചത്. കൊടുക്കുന്നതിനേക്കാളും അവർ മേടിക്കുന്നതിനേക്കാളും സന്തോഷം എനിക്കായിരുന്നു. അതുപോലെയായിരുന്നു. പിന്നെ വിസയ്ക്ക് കൊടുത്തപ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു. ഞാനിവിടെ കുറേ സാക്ഷ്യം കിട്ടിയിട്ടുണ്ട്, റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ മാതാവ് നോക്കിക്കോണേ, എനിക്ക് പേടിയാണ്, റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് വിസ കിട്ടി, പിറ്റേ ദിവസം ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഇന്നലെ വിസ വന്നു, ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത്, ഞാനും എൻ്റെ അമ്മയും ഇവിടുന്ന് 6 കെട്ട് പത്രം മേടിക്കും, എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. പിന്നെ ഞാനൊരു ഓർഫനേജിൽ പോവായിരുന്നു. ഞാൻ അവിടെ പോയി അമ്മച്ചിമാരുടെ കൂടെ ഒക്കെ ഇരുന്ന് കുറേ നേരം അവരുടെ അടുത്തൊക്കെ കുറേ നേരം ഇരുന്ന് സന്തോഷിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ പാവങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ ആരും ഒന്ന് കൈ നീട്ടിയാലും ഞങ്ങൾ ഒരിക്കലും ആ കൈ വെറുതെ വിടില്ല, ഞങ്ങൾ കൊടുത്തിട്ടേ വിടുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ ഫോണിലൊക്കെ കാണുമല്ലോ, കുറേ ജെന്യൂനായിട്ടുള്ള പേഷ്യൻസ് കാണുമല്ലോ, അവർക്കൊക്കെ പൈസ അയച്ചു കൊടുക്കും. പിന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് കുർബാനയുടെ വില അറിയാൻ പറ്റി. ഞാൻ പണ്ടൊക്കെ വെറുതെ നിൽക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കറിയാം എന്തോരം അതിൻ്റെ വില എന്ന്. ഒരിക്കലും കുർബാന മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല. പിന്നെ രാത്രി സന്ധ്യാപ്രാർത്ഥന, പിന്നെ ഇവിടുത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചൊല്ലാതിരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം പോയി. അതുപോലെയാണ് എനിക്ക്. ഇത്രയൊക്കെയാണ് മാതാവ് ഈശോയും തന്ന അനുഗ്രഹം. ഇത്രയും അനുഗ്രഹവും എല്ലാം തന്ന മാതാവിനും ഈശോപ്പയ്ക്കും ഒത്തിരി നന്ദി.
143 സങ്കീർത്തനം 10 തിരുവചനം പറയുന്നു, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നടക്കട്ടെ. മൃണാളിൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. എന്നെ ഉടമ്പടി സാക്ഷിയാക്കണമേ, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ അമ്മ ഈശോയിലൂടെ ഉത്തരം നൽകിയ മനോഹരമായ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. താനൊരു വളരെ അടിപൊളി യങ് പേഴ്സൺ ആയിരുന്നു. ഒരു ഈശോയെക്കുറിച്ചോ, ഈശോയെ നല്ല സ്നേഹമുള്ള ഒരു സുഹൃത്ത് ഈശോയുടെ ഫാനായിരുന്നു. അതിൽ നിന്ന് അമ്മയിലേക്ക് അറിയാൻ, അമ്മയെ സ്നേഹിക്കാൻ, പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കാൻ അല്പം വൈകിപ്പോയി. പക്ഷേ ഇപ്പോൾ കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മയെ ഉടമ്പടിയെടുത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയും ഈശോയും ഇല്ലാതെ തൻ്റെ എല്ലാ ജീവിതാവസ്ഥയിലും പരിശുദ്ധ അമ്മ തനിക്ക് എപ്പോഴും കൂടെയുണ്ട്. ഈ സഹോദരി പറയുകയായിരുന്നു, ഇപ്പോഴെൻ്റെ കയ്യിലുള്ള കാശുരൂപം എപ്പോഴും മഴവിൽ ഷെയ്ഡുള്ളതാണ്. എന്നെ കാണിച്ചു തന്നു. അത് നമുക്ക് ആ കാശുരൂപം അച്ഛൻ കൊടുത്ത് ബ്ലസ് ചെയ്ത് കൊടുത്ത ആ കാശുരൂപത്തിൽ എപ്പോഴും ആ മഴവില്ലിൻ്റെ റെയിൻബോ കളേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എപ്പോഴും കയ്യിലെടുത്ത് എപ്പോഴും കൂടെ നടക്കുന്ന ഒരു വലിയ സാമീപ്യമാണ് ഈ മകൾക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നന്ദി പറയാം. അതുപോലെ മകൾ പഠനം കഴിഞ്ഞ് വന്നപ്പോൾ, വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉടമ്പടി കുടുംബത്തിൻ്റെ ആ സ്റ്റൈൽ തന്നെ മാറി. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും നേരത്തെ എണീക്കുന്നു, എല്ലാവർക്കും വളരെ ഉത്സാഹമാണ്. എല്ലാ ഉടമ്പടി കുടുംബങ്ങളിലും ഇങ്ങനെയാണ്. എപ്പോഴും പ്രാർത്ഥിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന 5:30 എന്ന് പറയുന്ന രാവിലത്തെ സമയം എപ്പോഴും പരിശുദ്ധ അമ്മയെയും ഈശോയെയും വരവേൽക്കാൻ കാത്തിരിക്കുന്ന നാം 10 കന്യകളെക്കുറിച്ച് പറയുന്നത് പോലെ എപ്പോഴും ഉണർന്നിരിക്കുന്ന, ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന കുടുംബങ്ങളാണെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. മണവാളൻ എപ്പോൾ വരുമെന്നറിയില്ല, അതുപോലെ ഈശോയുടെ അനുഗ്രഹം എപ്പോഴാണ് നമുക്ക് ലഭിക്കുക എന്നറിയില്ല. അതുകൊണ്ട് എപ്പോൾ ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന കുടുംബങ്ങളാണെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹം പ്രാപിക്കാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സൗഖ്യം പകരാനുമൊക്കെ ഉണർന്നിരിക്കുന്ന കുടുംബങ്ങളുടെ പ്രത്യേകതയാണ് ഉടമ്പടി കുടുംബങ്ങളെന്ന് നമുക്ക് പറയാം. ഈ സഹോദരിയുടെ പരീക്ഷാ സമയത്തുണ്ടായ ഒരു വലിയ ടെൻഷനായിരുന്നു ജർമ്മൻ ലാംഗ്വേജിൽ. തനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് വളരെ കോൺഫിഡൻസാണ്. പക്ഷേ 9 പ്രാവശ്യമാണ് ഈ സഹോദരി അടിക്കടി വലിയ ഒരു പരാജയത്തിലേക്ക് താന്നുകൊണ്ടിരുന്നത്. ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും തിരുഹൃദയ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴും ആനന്ദിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് മൃണാൾ കടന്നു വന്നു. താൻ പറയുന്നത് പോലെ ആദ്യത്തെ ഒരു തെറ്റ് മനസ്സിലായി. അതുവരെ എപ്പോഴും ഒരു പഠിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു ചെറിയ ഗോസിപ്പിലൂടെയാണ് ഈശോ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തത്, നാം ഒരിക്കലും ഉടമ്പടിയിലായിരിക്കുമ്പോൾ കുറ്റം പറയരുത് എന്ന്. അതവളുടെ ആ ഒരു കൂട്ടുകാരിയുടെ ഒരു അഹങ്കാരമായിരിക്കാം എന്നൊരു ചെറിയ തെറ്റ് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഉടനെ മകൾ പോയി കുമ്പസാരിച്ച് ആ ഒരു തിന്മയിൽ നിന്ന് അകന്ന് എപ്പോഴും വിശുദ്ധിയിലായിരിക്കാൻ ഈ മകൾ ശ്രമിച്ചു. നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നതാണ്, വിശുദ്ധിയിൽ ജീവിക്കുക. ജോസഫ് അച്ഛൻ നമ്മളെപ്പോഴും ദൈവവചനത്തിലൂടെ സംസാരിക്കുന്ന അതാണ്, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നിങ്ങൾക്കിടയിൽ നാളെ അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് പഴയ നിയമം പറയുന്നെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ ഈശോ പറയുന്നു, ഞാൻ ഇന്ന് നിന്നോടുകൂടെ പർദീസയിലായിരിക്കും, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്നാണ് നല്ല കള്ളനോട് ഈശോ പറയുന്നത്. നമുക്ക് ആ വാഗ്ദാനങ്ങളിൽ എപ്പോഴും വിശ്വസ്തത കാണിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടിയിൽ വിശുദ്ധിയോടെ ജീവിക്കാം. നമുക്ക് എന്തും ഈശോ തരും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ തിന്മകളെയും നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മനോഹരമായ വിശ്വസ്തയോടുകൂടി ചെല്ലാം. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതേ. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ നമുക്ക് പ്രയത്നിക്കാം. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. കാനായിലെ വിവാഹ വിരുന്നിൽ സെർവൻസിനോട് പറയുന്നതാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ചില സമയങ്ങളിൽ അവൻ നമ്മോട് പറയുന്നത് വാളുറയിലിടുക. പത്രോസിനോട് പറഞ്ഞു വാളുറയിലിടുക. നമുക്ക് നമ്മുടെ ചില ദുശീലങ്ങൾ ഉറയിലിടേണ്ടി വരും. നമുക്ക് കുമ്പസാരിച്ച് നമുക്ക് ശുദ്ധി വരുത്തേണ്ടി വരും. നമുക്ക് ഈശോ പറയുന്നത് പോലെ ചെയ്യാം. നമ്മുടെ ഉടമ്പടി എപ്പോഴും വിശ്വസ്തമായിരിക്കും. ഈശോ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും.
നമ്മുടെ ഏതെല്ലാം കാര്യങ്ങൾ ആരെല്ലാം നമ്മെ റിജക്റ്റ് ചെയ്തോ അവർ തന്നെ നമ്മെ വിളിച്ച് വീണ്ടും നമുക്ക് അനുഗ്രഹം നൽകും. ഈ സഹോദരിയുടെ അനുഭവം അതായിരുന്നു. തന്നെ റിജക്റ്റ് ചെയ്ത മരിയ ഗ്ലോബൽ തന്നെ, ആ കമ്പനി തന്നെ സഹോദരിയെ വിളിച്ച് ആൾക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി കൊടുത്തു എന്നാണ് സഹോദരി പറയുന്നത്. നമ്മുടെ എവിടെയെല്ലാം റിജക്ഷൻ വന്നാലും ഈശോ നമ്മെ റിജക്റ്റ് ചെയ്യില്ല എന്നാണ് ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൃണാളിൻ്റെ ഈ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയ ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.